ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും മനസ്സ് സുഖത്തിനായി ദാഹിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ പോയാൽ സുഖം കിട്ടും, എന്ത് ചെയ്താൽ സുഖം കിട്ടും, എന്ത് കിട്ടിയാലാണ് നമുക്ക് സുഖിക്കാൻ സാധിക്കുക എന്നിത്യാദി ചിന്തകളിൽ സദാസമയത്തും ഓരോ മനുഷ്യനും വ്യാപൃതമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ കഠിന പരിശ്രമം ചെയ്ത് പല സുഖവസ്തുക്കളും സമ്പാദിച്ചു വെച്ചു. എന്നാൽ ആ വസ്തു അല്പസമയം കഴിയുമ്പോൾ അതിൻ്റെ സുഖവും നഷ്ടപ്പെടുന്നു. ആ വസ്തുവാണെങ്കിലോ നാശത്തിന് വിധേയവുമാണ്. എന്നാൽ സ്വന്തം മനസ്സിൻ്റെ സ്വസ്ഥതയിൽ നിന്നുണ്ടാകുന്ന സുഖത്തെ ആസ്വദിക്കാൻ കഴിയുന്ന മനുഷ്യന് ഒരിക്കലും നശിക്കാത്ത സ്ഥിരമായ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഒരു സുഖത്തിരാശയില്ലാത്തോൻ ദുഃഖത്തിൽ പതറാത്തവൻ കാമം ക്രോധം ഭയം വിട്ടോൻ മുനിയൻ ചൊൽവു ധീസ്ഥിരൻ. ആരാണ് മുനി? ആരാണ് സത്യം പറഞ്ഞ വ്യക്തികൾ? അവർ സുഖത്തിനായിട്ട് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അവർക്ക് ദുഃഖം കൈവരുകയുമില്ല. സുഖത്തിന് ആഗ്രഹിക്കാത്ത ഒരാളുടെ പിന്നാലെ ദുഃഖം വരില്ല. എന്നാൽ സുഖത്തെ സ്വീകരിക്കുന്ന ഒരാളുടെ പുറകെ നിഴൽ പോലെ ദുഃഖം വരും. സുഖത്തിനാഗ്രഹമില്ലാത്തോൻ, സുഖത്തിൽ ആശയില്ലാത്തോൻ, ദുഃഖത്തിൽ പതറാത്തവൻ. ദുഃഖം വരും, പക്ഷേ അതിൽ പതറാത്ത വ്യക്തിയാവണം. സുഖത്തിൽ ആശയില്ലാത്തോൻ, ദുഃഖത്തിൽ പതറാത്തവൻ, കാമം ക്രോധം ഭയം വിട്ടോൻ. വസ്തുക്കളോടുള്ള ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. കാമം, അത് സാധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വികാരമാണ് ക്രോധം. ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്ന ഭയം. അതാണ് കാമം ക്രോധം ഭയം വിട്ടോൻ മുനിയെ ചൊൽവുധീസ്ഥിരൻ. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് കാമവും ക്രോധവും ഭയവും വിട്ട് സുഖത്തെ കാക്ഷിക്കാതെ ദുഃഖത്തിൽ പതറാത്ത ഒരു വ്യക്തിയാണ് ധീമാനായ വ്യക്തി, ബുദ്ധിമാനായ വ്യക്തി, വിവേകിയായ വ്യക്തി. അയാൾ സ്ഥിരനാണ്, നല്ല സ്ഥിര നിഷ്ഠ ഉള്ള വ്യക്തിയാണ്. അവർ തന്നെയാണ് മുനി എന്നും പറയുന്നത്. അവർക്ക് ഈ പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നിലും ആസക്തി ഉണ്ടാവുകയില്ല. കാരണം ഈ വസ്തുക്കൾക്കൊന്നിനും തന്നെ സുഖിപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന് ബോധിച്ചവരാണ് അവർ. അത്തരം വ്യക്തികൾ ആയിത്തീരാൻ നാം ഓരോരുത്തരും പരിശ്രമിച്ചാൽ നമുക്കും അത് സാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ മനസ്സിനെ വെറുതെ വിഷയങ്ങളിലൂടെ തെണ്ടാൻ വിടാതെ തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആത്മാവിലേക്ക് തിരിച്ചു വിടാനായിരിക്കണം നാം പരിശ്രമിക്കേണ്ടത്. സുഖത്തിലാശയില്ലാത്തോൻ, ദുഃഖത്തിൽ പതറാത്തവൻ, കാമം ക്രോധം ഭയം വിട്ടോൻ മുനിയെ ചൊൽവുധീസ്ഥിരൻ. ബുദ്ധി സ്ഥിരമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലെ സുഖത്തിൽ ആശയില്ലാതിരിക്കാനും ദുഃഖത്തിൽ പതറാതിരിക്കാനും കാമം ക്രോധം ഭയം ഇവയെ വിടാനും സാധിക്കുകയുള്ളൂ. ആ കഴിവ് നമുക്കും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ശ്രേയസ്സിന് വേണ്ടി ഇതാണ് നാം അനുഷ്ഠിക്കേണ്ടത്.